പരമാവധി എല്ലാവരും സഹകരിച്ച് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കാര്. കാരണം ഞങ്ങൾക്ക് അച്ഛനമ്മയും ഇല്ല, ആകെ ഞാൻ മാത്രമേ ഉള്ളൂ. പോലീസും പട്ടാളവും അതിനു വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ ഈ 6 ദിവസം വൈകി എന്നുള്ളത് വലിയ തെറ്റാണ്. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് താമസിക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ ധാരണയെ. അത് കാരണം ഞങ്ങൾ മുന്നറിയിച്ചില്ല, എന്തായാലും അവിടെ പോയി ഒന്ന് അന്വേഷിച്ച് അറിയിക്കാന്ന് വെച്ചിട്ടാണ് ഇന്നലെ ചെന്ന് അവിടെ താമസിക്കാറുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി നോക്കിയിട്ടാണ് ഇന്നലെ കണ്ടിരുന്നത്. ചെറുപ്പം തൊട്ട് അമ്മ മരിച്ച് അച്ഛനെ മരിച്ച അവിടെ തൊട്ട് ഞാനാണ് എല്ലാ കാര്യങ്ങളും. അമ്മാമ്മയും ഉണ്ടായിരുന്നു കൂടെ, അമ്മാമ്മയും മരിച്ചു. ഇപ്പൊ ഞാൻ മാത്രമാണ് ഇതിലൊക്കെ നോക്കുന്നത്. പിന്നെ താഴെയുള്ള ഒരു അനിയത്തി ഉണ്ട്, ആളെ ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിക്കുന്നത്. അങ്ങനെയൊന്നും പോവാറില്ല. ഈ ചുറ്റുവട്ടങ്ങളില് മാത്രമാണ് കളിക്കാറ്. കളി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോ കൃത്യസമയത്ത് ചോറിനാൻ വരും. അത് കഴിഞ്ഞ് വീണ്ടും കളിച്ച് പിന്നെ 5 മണിയാകുമ്പോഴത്തേനും വീട്ടിൽ വരും. പിന്നെ എങ്ങോട്ടും പോവില്ല. ഇതിപ്പോ 2-ാം തീയതി പോയിട്ട് ഞങ്ങള് കാത്തിരുന്ന് ഇവന് ചോറ് എല്ലാം വെച്ച് കാത്തിരുന്ന് 7 മണി കഴിഞ്ഞിട്ടും കാണാനില്ല. അപ്പൊ ഞങ്ങൾ എല്ലാ വീട്ടിലും ചെന്ന് അന്വേഷിച്ചു, അവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ ആരും അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പോലീസുകാരെല്ലാവരും ഉണ്ട്, ഫോറസ്റ്റുകാരുണ്ട്. രണ്ടാമത്തെയാണോ അന്ന് തന്നെ അറിയിച്ച പോലീസിന്? 6 ദിവസം കഴിഞ്ഞിട്ടാണ് സാറേ ഞങ്ങൾ അന്വേഷിച്ച് കാണാണ്ടായപ്പോഴാണ് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അത് ആദ്യം നമ്മൾ പറയും, കുട്ടിയെ കാണാതായ അന്ന് രാത്രി നമ്മൾ അറിയിക്കും. പക്ഷേ സാറേ ഞങ്ങൾ കുറേ തിരക്കി നോക്കി കിട്ടാണ്ടായപ്പോഴാണ്. നമ്മുടെ ജോലിയല്ല പോവാ. ഇനി ഒരു ദിവസം കാത്തുനിന്നു, ഒരു ദിവസം കാലത്തിന് കണ്ടിരുന്നെങ്കിൽ അപ്പം അറിയിക്കണ്ട. പിന്നെ അല്ലെങ്കിൽ ഈ പോലീസും പട്ടാളമൊക്കെ എന്തിനാണ് രക്ഷിക്കാൻ വേണ്ടിയുള്ളത്? അവർക്കും പണിയെടുക്കണ്ടേ? നിങ്ങൾ അറിയിക്കാതെ പറ്റുമോ? പറ്റില്ല, അറിയിക്കാതെ തന്നെ വേണം. അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളെ സേവിക്കാൻ വേണ്ടി തന്നെയാണ് അവർ അവിടെ ശമ്പളവും മേടിച്ച് നിൽക്കുന്നത്. അറിയാതെ അവരെങ്ങനെ വരും? അറിയാതെ വരില്ല സാറേ, അറിഞ്ഞാലേ വരും. പറഞ്ഞ കാരണം അവർ 4 വഴിക്ക് അവരെ അന്വേഷണം തുടങ്ങി. എന്താ കംപ്ലൈൻറ്റ് തന്നെ കൊടുക്കും? ഇന്നലെ തന്നെ വന്ന ആൾക്കാർ അവര് കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കഴിച്ച് ജീവനൊക്കെ നിലനിർത്തിപ്പോകും കേട്ടോ. ഇവർ ചെന്ന് വഴി അറിയാതെ പിള്ളേരും മരത്തിൻ്റെ മേളിലൊക്കെ കയറുന്ന പിള്ളേരുന്നോളും. പിള്ളേരെ ഒരിക്കലും നമ്മൾ അങ്ങനെ എന്താണ് അവരുടെ കഴിവിനെ നമ്മൾ കാട്ടിൽ കാണരുത്. എവിടെങ്കിലും പേടച്ച് പിടിച്ച് കയറി. പക്ഷെ ഭക്ഷിക്കാൻ ആഹാരം ഇല്ലാണ്ട് അവർ തളർന്നിട്ടുണ്ടാവും. അതും കാട്ടിൽ ഉണ്ടാവും. ചെറു പഴങ്ങളൊക്കെ ഉണ്ടാവും. പട്ടി ഇങ്ങനെ തിന്ന് അത് അങ്ങനെ നടക്കും. പിന്നെ നിങ്ങളുടെ ഒരു ചോര എന്ന് പറയുന്നത് അങ്ങനെ ജീവിക്കാൻ പ്രാണിയുള്ള ചോര. നിങ്ങളിതിന് തന്നെയല്ലേ നിങ്ങളുടെ ജീവിതം അല്ലേ? അത് കൊണ്ടുവരും. ഈ പിള്ളേര് കുട്ടികൾ ഫ്രണ്ട്ലി
ആ ചേട്ടൻ മുന്നിലേക്ക് ഉണ്ണീനെ എടുത്തിട്ടുള്ള ആ അങ്ങനെ ചെറിയ ഉണ്ണി കുറച്ച്